പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നടത്തുന്ന എക്സാലോജിക് കമ്പനി, കരിമണൽ കർത്താവിൻ്റെ CMRL കമ്പനി, KSIDC ഈ മൂന്ന് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഉത്തരവ് ഈ കഴിഞ്ഞ ജനുവരി 31-ാം തീയതി പുറത്തു വന്നിരുന്നു. അത് ഏതാണ്ടൊരു 6 സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ അന്വേഷണത്തിൻ്റെ ഉത്തരവ് പുറത്തു വന്നിരുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഉത്തരവ് പുറത്തു വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ CMRLൽ SFIOയുടെ ഒരു മിന്നൽ റെയ്ഡ് നടക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായി ആ മിന്നൽ റെയ്ഡ് നടന്ന സമയത്ത് ഇതിനു മുമ്പ് നടന്ന അന്വേഷണം പോലെയല്ല എന്നും ഇത് വളരെ ഗൗരവത്തിലുള്ള അന്വേഷണമാണെന്നും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണെന്നും ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ AKG സെൻറ്ററിലേക്കും ക്ലിഫ് ഹൗസിലേക്കുമൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സാഹചര്യത്തിൽ ഇപ്പോൾ SFIOയുടെ നേതൃത്വത്തിൽ CMRL നടന്ന ഈ മിനറൽ റെയ്ഡിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഈ വിഷയം ആഴത്തിൽ നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ചില നിരീക്ഷണങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ SFIO എന്ന് പറയുന്ന ഈ ഒരു അന്വേഷണ സംവിധാനം മറ്റ് അന്വേഷണ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ പല്ലും നഖവുമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എന്നുള്ളതാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ. അതെൻ്റെ അറിവ് ശരിയാണെങ്കിൽ കമ്പനി ആക്ട് 2013 വന്ന കമ്പനി ആക്ടിന്മേൽ 2013 വന്ന അമെൻമെൻറ്റിൻ്റെ ഭാഗമായി ആ അമെൻമെൻറ്റിലെ 211, 212 വകുപ്പുകൾ പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് SFIO. ആ SFIO ശരിക്കും അന്വേഷിക്കുന്നത് കോർപ്പറേറ്റ് രംഗത്തെ കമ്പനികളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ, ഫ്രോഡുകൾ, അതായത് കമ്പനികൾ നടക്കുന്ന ഫ്രോഡുകളാണ് ഈ SFIO എന്ന് പറഞ്ഞ ഈ സംവിധാനം അന്വേഷിക്കുക. ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു ഡയറക്ടറാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് ഓഡിറ്റ്, IT, ലോ, അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്തോ ഒരു 5-6 മേഖലകളിൽ പ്രവർത്തിക്കുന്ന എക്സ്പെർട്ടുകൾ ആ കമ്പനിയിൽ ആ SFIOയിൽ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്പനി SFIOക്കുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അറസ്റ്റിനുള്ള അവകാശാധികാരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ SFIO എന്ന് പറയുന്ന അന്വേഷണ സംവിധാനം വലിയ തോതിൽ പല്ലും നഖവുമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റ് അന്വേഷണ ഏജൻസികളെ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയൊക്കെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമൊക്കെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ പോലെയുള്ള ശ്രമങ്ങൾ SFIOയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടും നടത്താനുള്ള സാധ്യത തുലവും കുറവാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാമല്ലോ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ അന്വേഷണത്തിന് വന്ന സമയത്ത് അവർക്കെതിരെ കേസെടുത്തു, അവരുടെ ഫോൺ ടാപ്പ് ചെയ്തു, അവർക്കെതിരെയുള്ള ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടു. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വരെ നിയമിച്ചു. അവർക്കെതിരെ കോടതിയിൽ പോയി. അപ്പോൾ ആ നിലയിൽ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലുള്ള ശ്രമങ്ങൾ ഈ SFIO എന്ന് പറയുന്ന ഈ പല്ലും നഖവും വലിയ വ്യാപകമായിട്ടുള്ള ജൂറിസ്ഡിക്ഷനുമുള്ള ഈ സ്ഥാപനത്തിൻ്റെ അന്വേഷണത്തിനെതിരെ നടത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിരീക്ഷണം. മൂന്നാമത്തെ നിരീക്ഷണം എന്ന് പറയുന്നത്, അൺലൈക്ക് അതർ കേസസ്, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴക്കേസ്, ഇതുപോലെയൊക്കെയുള്ള കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മാസപ്പടി കേസിന് അല്ലെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഈ കേസിന് ചില വ്യത്യസ്തതകളുണ്ട്. എന്താണ് ആ വ്യത്യസ്തതകൾ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴക്കേസ്, ഇതിലൊക്കെ തന്നെ സാക്ഷിമൊഴികളാണ് ഉണ്ടായിരുന്നത്. ആ സാക്ഷിമൊഴികൾക്ക് എവിഡൻഷ്യലി വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. ആ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്നുള്ളതും വേറെ കാര്യം, മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ ആദ്യം പറഞ്ഞ 3 കേസുകളുമായി നമ്മൾ ഇപ്പോഴത്തെ കേസിനെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ഈ 3 കേസിലും സാക്ഷിമൊഴികളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിനപ്പുറത്ത് തെളിവുകളിലേക്ക് അന്വേഷണം
എന്തുകൊണ്ടോ എത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കേസിലുള്ള പ്രത്യേകത എന്താ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിഞ്ചിങ് ആയിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസുകളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം എന്താ? ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞല്ലോ തൻ്റെ കൈകൾ ശുദ്ധമാണ്, മകളുടെ ഭാര്യയുടെ പിച്ചക്കാശ് പെൻഷൻ തുകയായിട്ടാണ് ഈ കമ്പനി തുടങ്ങാൻ പോയെന്നുള്ളത് പറഞ്ഞല്ലോ. അത് ശരിയാണ്. യഥാർത്ഥത്തിൽ പോയത് അങ്ങനെയാണ്. 2014 ഒരു 1% കമ്പനി ഉണ്ടാക്കി അവർ തുടങ്ങിയ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മൂലധനം എന്ന് പറഞ്ഞത് അമ്മയുടെ പെൻഷൻ തുകയായിരുന്നു എന്നുള്ളത് വാദത്തിന് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ അതിനുശേഷം അവരുടെ കമ്പനിയിലേക്ക് വന്ന ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകളുണ്ട്. ഈ 1% കമ്പനിക്ക് ധനലക്ഷ്മി ബാങ്ക് 50 ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനിയിലേക്ക് കരിമണൽ കർത്താവിൻ്റെ ഭാര്യ നടത്തുന്ന എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടുള്ള സാന്റാ മോണിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നിന്ന് വലിയ തുക വന്നിട്ടുണ്ട്. ഊരാലിങ്കൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വലിയ തുക വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കണക്കുകൾ ROCയുടെ രേഖകളുമായി ബന്ധപ്പെട്ട് പൊതുമണ്ഡലത്തിലുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും പിന്നീട് ലക്ഷക്കണക്കിന് രൂപ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 32 ജീവനക്കാർ ആ കമ്പനിയിലുണ്ടായിരുന്നു. അവർക്ക് ഏതാണ്ട് 2.94 കോടി രൂപ അവർക്ക് കൊടുത്തതായിട്ട് കണക്കുണ്ട്. അതേസമയം വീണ വിജയൻ പണം റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പൈസ ഒരുപാട് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനകത്ത് തന്നെ ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക് 3 ലക്ഷം രൂപയും വീണ വിജയൻ 5 ലക്ഷം രൂപയും വെച്ച് 2017 മുതൽ 2020 വരെ 1,75 ലക്ഷം രൂപ കൊടുത്തിരുന്നുവെന്നും കരിമണൽ കമ്പനി കൊടുത്തിരുന്നുവെന്നും അതൊരു സേവനവും ചെയ്യാതെ ആയിരുന്നുവെന്നുള്ള ഫൈൻഡിങ്സ് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനകത്ത് കിടപ്പുണ്ട്. അത് സെറ്റിൽമെൻറ്റ് കമ്മീഷനിലേക്ക് സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് കരിമണൽ കർത്താവ് കൊണ്ടുപോയ കണക്കുകൾക്കകത്ത് 135 കോടി രൂപയുടെ കണക്കുകൾക്കകത്ത് ഈ 1,72 ലക്ഷം രൂപ ഉൾപ്പെട്ടില്ലായിരുന്നുവെന്നും ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട്. അതുകൊണ്ട് അത് അനധികൃതമാണ് എന്നതിനകത്ത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അൺഈക്വോക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഏതാണ്ട് 1-2 ആഴ്ചയ്ക്ക് മുമ്പ് പുറത്തു വന്ന ROCയുടെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട് എക്സാലോജിക്കിനെ കുറിച്ച്. ആ എക്സാലോജിക്കിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഈ എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള ഏതാണ്ട് ഒരു ഡസനോളം ലംഘനങ്ങൾ അല്ലെങ്കിൽ വയലേഷൻസ്, കമ്പനി ആക്ടിൻ്റെ വയലേഷൻസ്, ഓഡിറ്റഡ് ഒപ്പിലായിരുന്നു എന്നുള്ള വയലേഷൻസ്, അങ്ങനെ ഒരുപാട് വയലേഷൻസ് ആ ROCയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, കമ്പനി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ അവർക്ക് അനധികൃതമായി കിട്ടിയിട്ടുണ്ട്. 2, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനകത്ത് തന്നെ അവർ 1,72 ലക്ഷം രൂപ അനധികൃതമായി വാങ്ങി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 3, ROC നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അവരുടെ കമ്പനി ഒരുപാട് വയലേഷൻസ് നടത്തിയിട്ടുണ്ട് എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൺലൈക്ക് ഇൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അല്ലെങ്കിൽ ഡോളർ കള്ളക്കടത്ത് കേസ് അല്ലെങ്കിൽ ലൈഫ് മിഷൻ കോഴ കേസ്, അൺലൈക്ക് ദി അതർ കേസസ്, ഇതിനകത്ത് ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസ് ഈ കമ്പനിക്കെതിരെ ഉണ്ട്. അതാണ് SFIO അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അവർ ഈ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ മൊഴികൾ കിടന്ന് മാത്രം കുഴഞ്ഞു മറിയേണ്ട കാര്യം അവർക്കില്ല. അവരുടെ മുന്നിൽ ഈ തട്ടിപ്പ് നടന്നു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തെ മറ്റന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗൗരവതരമായി നമ്മൾ കാണണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഗൗരവതരമായി കാണുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഈ അന്വേഷണത്തിൽ അവർ കുറ്റം ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞതിൻ്റെ ഒരു ഗാർഡഡ് ആയിട്ടുള്ള ഒരു അപ്രിഹെൻഷൻ അതിനകത്തുണ്ട്. കാരണം ഇതിനു മുമ്പ് നടന്ന അന്വേഷണങ്ങളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എവിടെയെങ്കിലും അന്തിമമായി ഇവരെ ശിക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തുമോ എന്നുള്ളത് സംബന്ധിച്ചൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട്. അതെൻ്റെ മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കാനിടയുള്ള ചില സംഭവ വികാസങ്ങൾ മകൾക്കും അച്ഛനും ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലാത്ത രാത്രികൾ നൽകാൻ ഇടയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തെളിവുകളുണ്ട്. സ്വാഭാവികമായി തെളിവുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് റെയ്ഡ് നടത്താനുള്ള അവകാശാധികാരം SFIOയ്ക്കുണ്ട്. അതിലൊന്നാമത്തെ പോയിന്റ് എന്താണ്? AKG സെൻറ്ററിലേക്ക് അവർ കടന്നു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്ന AKG സെൻറ്ററാണ്. സ്വാഭാവികമായി AKG സെൻറ്ററിലേക്ക് SFIയുടെ അന്വേഷണ സംഘത്തിന് കടന്നു കയറാം. AKG സെൻറ്റർ എന്ന് പറഞ്ഞാൽ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്.
അതുണ്ടാക്കുന്ന CPM ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി അതിഗുരുതരമായിരിക്കും. വലിയ പ്രത്യാഘാതമായിരിക്കും അതുണ്ടാവുക. ഒന്ന്. രണ്ട്, പിന്നെ അച്ഛൻ പിണറായി വിജയൻ്റെ വീട്ടിലാണ് മകൾ താമസിക്കുന്നത്, ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത്. അവിടെയും അവർക്ക് കടന്നു കയറാം, അവിടെയും അവർക്ക് റെയ്ഡിന് ചെല്ലാം. ഇനി മകൾ പിന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവിടെയും കടന്നു ചെല്ലാം. എന്ന് മാത്രമല്ല, ഇതിലൊക്കെ ഉപരിയായി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട്. പിണറായി വിജയൻ താനല്ല PV എന്ന് പറഞ്ഞെങ്കിലും പിണറായി വിജയൻ CMRൽ നിന്ന് വാങ്ങിയ പൈസ സംബന്ധിച്ച് എപ്പോൾ വാങ്ങിച്ചു, എവിടെ വെച്ച് വാങ്ങിച്ചു, ഏത് ആഫീസിൽ വെച്ച് വാങ്ങിച്ചു, ആഫീസിൽ വെച്ചാണോ വീട്ടിൽ വെച്ചാണോ, ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ ഇൻകം ടാക്സിൻ്റെ ഉണ്ടെന്നുള്ളത് ആ പിന്നെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ മറ്റേജൻസികളുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും കേരളത്തിലെ പിന്നെ ഭരണമുന്നണിക്കും ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന CPM എന്ന് പറഞ്ഞ പാർട്ടിക്കും ഉറക്കമില്ലാത്ത ആശങ്കയുടെ രാവുകൾ സമ്മാനിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായി വിജയൻ്റെ മകൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. AKG സെൻറ്ററിലേക്ക് SFIOക്കാർ കടന്നു ചെല്ലാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ക്ലിഫ് ഹൗസിലേക്ക് SFIOയുടെ ഉദ്യോഗസ്ഥന്മാർ ചെല്ലാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇത്രയും നിരീക്ഷണങ്ങളാണ് ഈ SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ളത്.